ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ നിത്യജീവിതത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദേശങ്ങളെയും അതിൻ്റെ ഉള്ളടക്കങ്ങളെയും ഒക്കെ മനസ്സിലാക്കി പിൻപറ്റുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ലോകത്തുടനീളം അരക്ഷിതാവസ്ഥ, ഒരു സ്വസ്ഥതയും സമാധാനവും മാനസികമായ നിറവൊന്നും അനുഭവിക്കാൻ കഴിയാതെ പുതിയ കാലത്ത് നമ്മൾ മനുഷ്യർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സങ്കീർണവും സംഘർഷഭരിതവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യങ്ങളിലുമൊക്കെയാണ് നമ്മൾ ഉള്ളത്. ഉള്ളവർക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഒരുതരം ശൂന്യതയിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിലെ നല്ലൊരു സമൂഹവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് കൊണ്ട് ഒരു വീട്ടിലെ പ്രശ്നമാണെങ്കിലും ശരി, ഇനി ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നമാണെങ്കിലും ശരി, അത് വൃത്തിയിലും ഭംഗിയിലും പരിഹരിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം, സംവിധാനങ്ങൾ തകർന്നുപോയ, മനഃപൂർവ്വം തന്നെ അത് തകർത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. വിശദീകരണങ്ങളൊന്നും നമ്മൾ ധാരാളം പറയേണ്ട കാര്യമില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള വാർത്ത, 4 വയസ്സായ കുട്ടിയുടെ ഉടലിൽ ആ കുട്ടിയുടെ കാവലാളും സംരക്ഷണവും ഒരു നിലക്കും വഞ്ചിക്കപ്പെടില്ല. ചില ബന്ധങ്ങളെ അതാണല്ലോ കുടുംബബന്ധത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. രക്തബന്ധത്തിൻ്റെ പ്രസക്തി, കുടുംബബന്ധത്തിൻ്റെ പ്രസക്തി എന്നൊക്കെ പറയുന്നത് അസാമാന്യമായ തണലും കാവലും സുരക്ഷിതത്വവും ഒക്കെ കൊടുക്കുന്നവരായിരിക്കും അവർ എന്നുള്ളതാണ്. ചീഞ്ഞു നാറിയ ജാഹിലീയത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പോലും കുടുംബങ്ങളിലും വ്യക്തികളിലും ഗോത്രങ്ങളിലുമൊക്കെ അത്തരം സിസ്റ്റങ്ങൾ നിലനിന്നിരുന്നു. ചെറിയ കുട്ടിയെ, 4 വയസ്സുള്ള കുട്ടിയെ 1.5 വർഷക്കാലമായിട്ട് പിതാവിൻ്റെ അനിയൻ, ഞാൻ അപ്പോഴും പറയും, അയാൾ മാത്രമാണ് പ്രതി എന്ന് വിശ്വസിച്ചിട്ട് അയാളെ പഴി പറഞ്ഞ് തടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരാളും ഒരധികാര കേന്ദ്രങ്ങളും ഇവിടെ ഇല്ല. എല്ലാ താന്തോന്നിത്തരങ്ങൾക്കും, എല്ലാ തമ്മടിത്തരങ്ങൾക്കും, എല്ലാ നെറികേടുകൾക്കും സ്പേസ് അനുവദിച്ചിട്ട്, സ്വാതന്ത്ര്യം കൊടുത്തിട്ട്, മനുഷ്യനെ മൂക്കുകയറില്ലാതെ തുറന്നു വിട്ട് എല്ലാ ആഭാസത്തരങ്ങളും അനാശാസ്യതകളും അക്രമങ്ങളും ചെയ്യാനുള്ള തുറവികൾ നൽകിയതിന് ശേഷം സ്വന്തം കുട്ടിയുടെ അടക്കം ചാരിത്രം സംരക്ഷിക്കപ്പെടും, ജീവൻ സംരക്ഷിക്കപ്പെടും, അഭിമാനം സംരക്ഷിക്കപ്പെടും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. അധികാര കേന്ദ്രങ്ങൾ, സൈന്യമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. ഇതൊക്കെ ആരാണ് റിമോട്ട് ചെയ്യുന്നത്? എന്തിനാണ് റിമോട്ട് ചെയ്യുന്നത്? അടിസ്ഥാനപരമായി അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? അതൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അപ്പോഴാണ് ഉലൂഹിയ്യത്ത് എന്താണ്, ഇബാദത്ത് എന്താണ്, അഖീദ എന്താണ്, വിശ്വാസം എന്താണ്, അമൽ സ്വാലിഹാത്ത് എന്താണെന്നൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുക. ഇതൊന്നും അത്ര നിരപേക്ഷമായി സ്വതന്ത്രമായി നിൽക്കുന്ന സ്ഥാപനങ്ങളല്ല. ആരാണോ അതിനെ സ്വിച്ചിടുന്നത്, ആരാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആരുടെ താല്പര്യങ്ങളാണോ സംരക്ഷിക്കേണ്ടത്, അതിനനുസരിച്ചാണ് പാർലമെന്റുകളും കോടതികളും പോലീസും സൈന്യവും പട്ടാളവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, അവൻ അതിഭീകരനാണ്. സ്വാഭാവികമായ ഒരു കുട്ടിയുടെ സംഗതി സംരക്ഷിക്കേണ്ട. അവസാനം അമ്മ ചെയ്ത പണി എന്താ? ഇത്രയും നെറികെട്ട വൃത്തികെട്ട ഒരു തന്നെ. അതിൻ്റെ ബാക്കി വശങ്ങളിലേക്ക് പോകണില്ല. കുട്ടിയെ കൊണ്ടുപോയിട്ട് പുഴയിലെറിയുകയാണ്. അവിടെ ഒരു കുട്ടിനെയാണ് പ്രതി, 4 വയസ്സുള്ളൊരു കുട്ടിയാണ് പ്രതി. 14,000 കുട്ടികൾ ഗസയിൽ ഇൻക്യുബേറ്റർ അതൊന്നുമില്ല. അവിടെ പട്ടിണി ഉണ്ട്.
നിങ്ങൾ അതിൻ്റെ ചിത്രങ്ങളും ഫൂട്ടേജുകളും ഒക്കെ കണ്ടാൽ നാണിച്ച് തല താഴ്ത്തി നിൽക്കും നമ്മൾ. ഇന്നത്തെ മതത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, അധികാരി വർഗത്തെക്കുറിച്ച്, മതനേതൃത്വങ്ങളെക്കുറിച്ച്, ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച്, സദാചാരവും സമാധാനവും ജനാധിപത്യവും സോഷ്യലിസവും സെക്യുലറിസവും മതവും ഒക്കെ പ്രസംഗിക്കുന്നവരെ കുറിച്ച് നമ്മളൊക്കെ ഇത് പ്രസംഗിക്കുന്നവർ തന്നെയാണ്, അതിനെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളൊന്നും അല്ലല്ലോ ലോകം കൈകാര്യം ചെയ്യുന്നത്. ഹൈന്ദവതയുടെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും ജനാധിപത്യത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ഒക്കെ മറവിൽ നിന്നുകൊണ്ട് ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമാണ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ വലുപ്പം പോലും ഉണ്ടാവില്ല. അവിടെ നടക്കുന്നൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ 14,000-ത്തിലധികം കുട്ടികളെ പറയുന്നത് കുട്ടികളായതുകൊണ്ടാണ്. മുതിർന്നവർ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ഏത് വ്യവസ്ഥയിലും കുട്ടികൾ സംരക്ഷിക്കപ്പെടും, കുട്ടികളോട് കാരുണ്യം കാണിക്കപ്പെടും, കുട്ടികൾക്ക് വേണ്ടി മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കും. ഇത് മനുഷ്യന്റെ ജീവജാലങ്ങൾ പോലും പിശാച് മാത്രമേ എന്ന് മാറിയിട്ടുള്ളൂ. ഇത് പൈശാചികതയാണ്. മൃഗങ്ങൾ പോലും കുട്ടികൾക്ക് വേണ്ടി കാണിക്കുന്ന ത്യാഗങ്ങൾ, വന്യമൃഗങ്ങൾ പോലും കാണിക്കുന്ന ത്യാഗങ്ങൾ, നിങ്ങൾ മറ്റേ ഫുട്ടേജുകളും റീൽസുകളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. സ്വന്തം കുട്ടികൾക്ക് താങ്ങും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കുട്ടിക്ക് മാത്രമല്ല ഒരു കൂട്ടത്തിൽപ്പെട്ട കുട്ടിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, ജനാധിപത്യത്തെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചൊക്കെ പറയുന്ന ലോകത്ത്, ലോകമുണ്ടായിട്ടുള്ളതിന് ശേഷമുള്ള ഏറ്റവും സമാധാനമുള്ള സ്വാതന്ത്ര്യമുള്ള ലോകമാണ് പോലും. മുഹമ്മദ് നബിയുടെ കാലം, മൂസാ നബിയുടെ കാലം, ഈസാ നബിയുടെ കാലവും രാമന്റെയും കൃഷ്ണന്റെ ഒന്നും കാലമല്ല, ഈ കെട്ടവന്മാരുടെ കാലമാണ് ലോകത്ത് സമാധാനമുള്ള കാലഘട്ടം എന്നാണ് ലിബറൽ ചിന്താഗതിക്കാർ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റൊരുത്തനും അനങ്ങണില്ല. 4 വയസ്സായ കുട്ടിയുടെ ശരീരം പിച്ചു ചീന്തി വലിച്ചെറിയുന്ന അവനും ആ കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ദുസ്സഹമാണ്, അപമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുട്ടിയെ കൊണ്ടുപോയി കൊല്ലുന്ന അമ്മയും ഉമ്മയും. മറുഭാഗത്ത് 14,000-ത്തിലധികം കുട്ടികളുടെ കണക്ക് ധാരാളം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, അത് നമ്മൾ വേറെ പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു ഭാഗം. അരക്ഷിതാവസ്ഥകളാണുള്ളത്. ഒരു വീട്ടിലെ കുട്ടി മുതൽ ഒരു രാജ്യത്തിലെ കുട്ടികൾക്കടക്കം ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള ലോകത്ത് സംരക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും നൽകാൻ കഴിയാത്ത കെട്ടുനാറിയ ചീഞ്ഞളിഞ്ഞ അധികാര ഘടനകൾ നിലനിൽക്കുന്നിടത്ത് വെച്ചിട്ട് വേണം ഹജ്ജിനെ കുറിച്ചും കാബയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചുമൊക്കെ ഗൗരവത്തിൽ ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തി സൂറത്ത് ബഖറയിൽ 124, 125 ഉണ്ട്. അതിൻ്റെ തൊട്ടുമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഓതി വെച്ചൊരായത്തുണ്ട്, വൈദ്യുജാലൽ ബൈത്ത, ഈ വീടിനെ, വീട് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ സ്ഥാപനത്തിന്റെ സ്വഭാവത്തിൽ അതിനെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു പാർട്ടി ഓഫീസ് പോലെ അതിനെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഫ്രെയിമിൽ അതിനെ വെച്ചിട്ടില്ല. വീട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട് എന്നാണ് മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീട് പാർട്ടി ഓഫീസല്ല, വീട് സംഘടനാ ഓഫീസല്ല, വീട് ഏതെങ്കിലും ഒരു മതകേന്ദ്രമല്ല, പൗരോഹിത്യ കേന്ദ്രമല്ല, ഏതെങ്കിലും ഒരു വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന, അത് മനുഷ്യരുടെ മുകളിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധികാരഘടനയുടെ സ്ഥലമല്ല വീട് എന്ന് പറയുന്നത്. വീട് സ്വതന്ത്രവും സത്യസന്ധവും സമാധാനപൂർണവും സംരക്ഷിതവുമായ കേന്ദ്രമാണ് വീടെന്ന് പറയുന്നത്. ഇന്നർ പൊളിറ്റിക്സുകളില്ലാത്ത, ഒളി അജണ്ടകളില്ലാത്ത, അടിയൊഴുക്കുകളില്ലാത്ത, ശാന്തവും സുന്ദരവും നിഷ്കളങ്കവുമായ വികാരങ്ങളെയും വിചാരങ്ങളെയും നിലപാടുകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സ്ഥലത്തിനാണ് വീട് എന്ന് പറയുന്നത്. ഓഫീസിന്റെ നിയമം ഉണ്ടാവും, ആ നിയമം വിട്ടിട്ട് ഓഫീസിന് കളിക്കാൻ കഴിയില്ല. പാർട്ടി പറഞ്ഞു കൊടുത്തേ നിൽക്കുള്ളൂ, മതം പറഞ്ഞു കൊടുത്തേ നിൽക്കുള്ളൂ, ആത്മീയവാദികൾ പറയുന്നിടത്ത് നിൽക്കുള്ളൂ. നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിയമത്തിന്റെ പരിധിയിലാണുള്ളത്. പക്ഷെ വീടങ്ങനെയല്ല. വീട്ടിലെ ഉപ്പ, വീട്ടിലെ ഉമ്മ, വീട്ടിലെ ഇണകൾ, വീട്ടിലെ മക്കൾ, വീട്ടിലെ സഹോദരന്മാർ എന്നൊക്കെ പറയുന്നത് നിയമങ്ങൾക്കതീതമായി നിലപാടുകളെ സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുന്നത്
അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടല്ല. ഏതോ ഒരു ഭരണഘടനയിൽ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഇത്ര സെന്റിമീറ്റർ നീളത്തിലും വീതിയിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ കോടതി ഇടപെടും. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം, അത് ഫർളാകുന്നു, അത് ഷർത്താകുന്നു എന്ന് നിയമപരമായ ഒരു സംവിധാനം നമ്മളോട് പറഞ്ഞതുകൊണ്ടല്ല. പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനായ അല്ലാഹു. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മുതൽ യാ ബുനയ്യ എന്ന് പറഞ്ഞ് സ്വന്തം കുട്ടിയോടടക്കമുള്ള നിലപാടുകൾ മുതൽ രക്തബന്ധത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചടക്കം ഏറ്റവും സ്വതന്ത്രമായ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബാധ്യതകളുടെയും കടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് വീടിന്റെ സംവിധാനത്തെ വിശദീകരിച്ചിട്ടുള്ളത്. ആ കുടുംബം വിശദീകരിക്കാനല്ല പോയത്, ആ പേരാണ് മസ്ജിദുൽ ഹറാമിനുള്ള കൊടുത്തിട്ടുള്ളത്. വീട് എന്നാണ് പറഞ്ഞത്. വഇദ് ജഅൽനൽ ബൈത, ഈ വീടിനെ നാം ആക്കിയിരിക്കുന്നു. വീടാകാത്ത ഓഫീസുകളും പാർട്ടി മതേതര സംവിധാനങ്ങളൊക്കെയാണ് നമുക്കുള്ളത്, വീടുകളല്ല എന്നുള്ളത്. ഹൗസുകൾ എന്നൊക്കെ ഒരു പേര് കൊടുക്കും, വൈറ്റ് ഹൗസ് എന്നാണ് മൂപ്പരുടെ നമ്മുടെ ട്രംപണ്ണന്റെ സാധനത്തിന്റെ പേര്. വൈറ്റ് ഹൗസ് വെള്ള വിശുദ്ധിയുടെ പ്രതീകമാണ്, നീതിയുടെ പ്രതീകമാണ്, അതുപോലെ തന്നെ മൂല്യങ്ങളുടെ പ്രതീകമാണ്, കലർപ്പില്ലാത്തതിന്റെയും നിഷ്കളങ്കമായതിന്റെയും ഒക്കെ പ്രതീകമാണ് വെള്ള. ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യം നമ്മളീ പറയുന്ന 14,000 കുട്ടികളൊന്നുമല്ല. ആധുനിക ലോകത്തിന്റെ എല്ലാ വികാരങ്ങളെയും നിലപാടുകളെയും അട്ടിമറിച്ചുകൊണ്ട് സിയോണിസം എന്ന് പറയുന്ന യഹൂദന്റെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാറ്റിന്റെയും അടിസ്ഥാന കാരണം അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്ന തമ്മാടി രാജ്യമില്ലെങ്കിൽ, ഫാസിസ്റ്റിന്റെ രാജ്യമില്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവില്ല. അയാളിപ്പോ അവിടെ വന്നിരുന്നു, 2-ന് ശേഷം 12 പൂജ്യട്ടാലുള്ള സംഖ്യന്റെ കച്ചവടം നടത്തിയത്. അറിയോ നിങ്ങൾ? മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് 2-ന് ശേഷം 12 പൂജ്യങ്ങൾ ഇട്ടാൽ ആ സംഖ്യകൾ മനസ്സിലാക്കണം. അക്കങ്ങളിൽ നമുക്ക് പറയാൻ കഴിയില്ല. 2-ന് ശേഷം 12 പൂജ്യങ്ങളിട്ട ട്രില്യണുകളും ബില്യണുകളുടെയും സ്വന്തം തൊട്ട് മുമ്പിൽ വംശപരമായി, ആദർശപരമായി, സാമൂഹികപരമായി ഇത്രയും അപകടകരമായ ഭേദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം കച്ചവടം ചെയ്ത് അയാളെ പറഞ്ഞയച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ട്രംപിൻ്റെ ഇതിന് വൈറ്റ് ഹൗസ് എന്നാണ് പറയുക. ഹൗസ് എന്ത് വെള്ളയാണ് അവിടെ ഉള്ളത്? വെള്ളയും കറുപ്പും സംഘപരിവാർ ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനമല്ല. കറുത്ത കൈ നീണ്ടു എന്നാ പറഞ്ഞത്. കൈ കറുത്തു പോയാൽ എന്താ പ്രശ്നം? എന്താ വെളുത്ത കൈ നീണ്ടു എന്ന് പറയാത്തത്? ലോകത്തെ എല്ലാ അക്രമങ്ങളും നടത്തിയിട്ടുള്ളത് മിക്കവാറും വെളുത്ത കൈകളാണ്. വെളുത്ത കൈകളാണ് അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹബീലിന്റെയും കാബീലിന്റെയും കൊലപാതകം നടക്കുന്നതിനെ കുറിച്ച് ഈജിപ്തിലെ സാഹിത്യകാരൻ അഹമ്മദ് ബഹജത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, രസകരമായിട്ട്. സ്വന്തം സഹോദരനെ കൊല്ലുള്ളൂ. എല്ലാവരും ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ്. പാർട്ടിയായി, മതമായി, സംഘടനയായി, ദേശീയമായി, വംശീയമായി, വർഗീയമായി എങ്ങനെയാണോ നിങ്ങൾക്ക് ചേരിതിരിക്കാൻ പറ്റുക? നീതിയുടെ അടിസ്ഥാനത്തിലല്ല, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതിനല്ല യുദ്ധങ്ങൾ. അധികാരത്തിന്റെയും അധിനിവേശത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പിടിച്ചെടുക്കലിന്റെയും ഒക്കെ ഭാഗമായി സ്വന്തം മാതാവിനെയും മക്കളെയും മുതൽ കൈപ്പിടിയിലൊതുക്കി ഞെരിച്ചമർത്തി അധികാരം നടത്താൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെയൊക്കെ ആദ്യത്തെ തുടക്കമായിരുന്നു. കാബീൽ ഹാബീലിനെ കൊല്ലുന്നു. ഹായനും ഹായനും ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ബൈബിളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ കഥ. ഇതിനെ കഥ പറഞ്ഞ അഹമ്മദ് ബഹജത്ത് കൊന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പ്രശ്നം തീർക്കാൻ ഇസ്രായേലിനെ വിട്ടു. ഇനി എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ല, പരിഹരിക്കാൻ ഇവർക്ക് മാർഗങ്ങളില്ല, കൈകാര്യം ചെയ്യാൻ സംവിധാനങ്ങളില്ല. സഹോദരനെ കൊന്നുകളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ് മറ്റവൻ. ആദ്യത്തെ കൊലപാതകമാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ കൊലപാതകം. ആ കൊലപാതകത്തിനെ ഖുർആൻ വിശദീകരിച്ചത് ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുന്നത് മനുഷ്യരെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യരെ നിങ്ങൾ കൊല്ലുന്നത്, മനുഷ്യരെ കൊല്ലുന്നത് മുഴുവൻ മനുഷ്യരെയും ഇത്രയും മനോഹരമായി, ഇത്രയും ഗൗരവതരമായി മനുഷ്യന്റെ ജീവന് വിലയിട്ട ഒരു പ്രത്യയശാസ്ത്രമാർ ഉണ്ടാവില്ല. അറിയോ നിങ്ങൾ? പ്രവാചകന്മാരുടെ ദർശനമല്ലാതെ വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. ഒരു മനുഷ്യനെ കൊല്ലുന്നത്
ഒരു മനുഷ്യനെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നത് മനുഷ്യരെ ജീവിപ്പിക്കുന്നതിന് തുല്യമാണ്. അവളെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അതിൽ പിന്നെ കാക്കയെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് കഥ പറയുന്നിടത്ത്. കാക്ക വന്നിട്ട് ചത്തുപോയ ഒരു കാക്കയെ എങ്ങനെയാണ് മറമാടുന്നത് എന്നുള്ളത് കാക്ക ചുണ്ടുകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കുഴി കുഴിച്ചിട്ട് ഈ കാക്കയെ ഇതിലിട്ട് കുഴിച്ചു കൊണ്ടുണ്ട്. അപ്പൊ കാക്ക പറയുന്നുണ്ട്, ഈ കാക്ക അത് കണ്ടിട്ട്, ഓ എന്തൊരു രസമാണ് ഹാബീലിനെ കാണാൻ. സിനിമാ നടനെ പോലെ, കായിക താരത്തെ പോലെ, രാഷ്ട്രീയ നേതാവിനെ പോലെ, മതനേതാവിനെ പോലെ നല്ല തുടുത്ത് ഒട്ടലും വലിയലും ക്ഷീണവും പരാധീനതകളും പരവശതകളൊന്നുമില്ല. കറുത്തവന്റെ ശരീരമൊന്നുമല്ല, നല്ല ഗ്ലാമറുള്ള, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ സാധ്യതയുള്ള, നിങ്ങൾക്കെവിടെയും ഒപ്പം നിൽക്കാൻ തോന്നുമാറ് ആകർഷണീയമായ ശരീരമാണ് കാബീലിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആധുനിക കാബീലമാർ അണിഞ്ഞൊരുങ്ങി വരികയാണ് നമ്മുടെ മുമ്പിലേക്ക്. എന്നിട്ട് കാക്ക പറയുന്നുണ്ട്, കാക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ കണ്ടാൽ തന്നെ കേട്ടോ, ആരോ കാക്കനെ പിടിച്ചിട്ട് കൂട്ടിലിട്ട് ഹൗ നല്ല പക്ഷി കാക്കയെന്നൊന്ന് പറഞ്ഞു ഓമനിച്ച് താലോലിച്ച് വളർത്തുന്നത്. തത്തനെയും പ്രാവിനെയൊക്കെ നമ്മൾ അങ്ങനെ വളർത്തും. കാക്കയെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യൂല. കാരണം അത്ര സൗന്ദര്യമൊന്നുമില്ല. മൂപ്പരങ്ങനെ എടുത്തിട്ട് വെച്ച് താലോലിക്കാൻ പറ്റിയൊരു ശരീരഘടനയോ കളറ് പണ്ടേ നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ട് കറുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അപ്പൊ കാക്ക, അഹമ്മദ് ബഹജത്ത് കാക്കയിലൂടെ സംസാരിക്കുന്നുണ്ട്. കാക്ക പറയുന്നു, എൻ്റെ ഈ ഹാബീല് വളരെ സുന്ദരനാണ്, പക്ഷെ ഞങ്ങളാരും ഞങ്ങളെ സഹോദരങ്ങളെ കൊല്ലാറില്ല, ഞങ്ങൾക്കിടയിൽ ലഹളകൾ നടക്കാറില്ല. നീതിയുടെ സംരക്ഷണത്തിന് വേണ്ടി, ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാതെ, കുറ്റകൃത്യം ചെയ്തവനെ അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. സ്വന്തം സഹോദരനെ കൊന്ന് കുഴിച്ചുകൂടാൻ പോലും അറിയാതെ നിൽക്കുന്ന ഈ കാബീലിന്റെ മനസ്സുണ്ടല്ലോ, അതെന്റെ കറുപ്പ്, അത് എൻ്റെ ശരീരത്തെക്കാൾ കറുത്തതാണ്. അതുകൊണ്ട് എൻ്റെ കറുപ്പ് നിങ്ങൾ പരിഹരിക്കാൻ പോണ്ട, കളിയാക്കാൻ വേണ്ടിയിട്ട് വരേണ്ട കാര്യമില്ല. അവനേക്കാൾ നിഷ്കളങ്കവും നിസ്വാർത്ഥവും സത്യസന്ധവുമായ മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ഈ വെളുത്ത ഉടലിന്റെ ഉള്ളിൽ ആ ഭാഗം അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കറുപ്പ് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണത്. കറുപ്പാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം എന്നുള്ളതൊക്കെ. അപ്പോ യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നത് എന്തിനായിരിക്കണം, എങ്ങനെയായിരിക്കണം? വൈറ്റ് ഹൗസ് മുതൽ ലോകത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയും അരക്ഷിതാവസ്ഥകളുടെയും ഒക്കെ വലിയ ബാങ്കിങ് സ്ഥാപനങ്ങൾ, വലിയ കായിക സ്ഥാപനങ്ങൾ, വലിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ, ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇതൊക്കെ അങ്ങനെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എന്തിനാണ് ഇവരുണ്ടാക്കിയത്? വീടിന്റെ സുരക്ഷിതത്വം മനുഷ്യന് നൽകുന്നതിന് വേണ്ടിയാണോ? അതല്ല നിയന്ത്രിക്കുന്നത് റിമോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയുള്ള അടിമകളെയും ഘോടാലികളെയും ഉടമകളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്ര, മത, രാഷ്ട്രീയ, കായിക, കലാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കാബയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഒഫീഷ്യാലിറ്റികളില്ലാത്ത, സങ്കീർണതകളില്ലാത്ത വീടാണ് ഇത്. എന്നിട്ട് വീടിനെ കുറിച്ച് പറഞ്ഞു എന്താ? മസാബത്തല്ലിന്ന, ജനങ്ങൾക്ക് ഒരുമിക്കാനുള്ള സ്ഥലമാണ്. സാമുദായികമായ ഒരുമിക്കലുകളുടെ സ്ഥലമല്ല, ജാതീയമായ ഒരുമിക്കലുകളുടെ സ്ഥലമല്ല, വർഗപരവും വർണ്ണപരവും വംശപരവും ദേശപരവുമായ ഒരുമിക്കലുകളുടെ സ്ഥലമല്ല, മനുഷ്യർക്ക് ഒരുമിച്ച് കൂടാനുള്ള. എന്താണ് ആ പ്രയോഗം? മനുഷ്യൻ എന്ന് പറയുന്നതിന് ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ഉന്നതമായ പദവിയിൽ വെച്ച് വീട് മനുഷ്യർക്ക് വേണ്ടിയുള്ള, വീട്ടിലുള്ളവർക്ക് മുഴുവൻ വീടാകുന്നത് പോലെ, ഭൂമിയിലെ മനുഷ്യർക്ക് മുഴുവൻ ഭൂമിയാകുന്നത് പോലെ മസ്ജിദുൽ ഹറാം എല്ലാ മനുഷ്യരുടെയും ഭവനമാണ്, വീടാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ മുമ്പ് ഇബ്രാഹിം നബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. വൈദിബ്തല ഇബ്രാഹിം റബ്ബഹു ബി കലിമാത്തിൻ വതമ്മഹുന്ന. ധാരാളം പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം നബി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പരീക്ഷണങ്ങളുടെ പെരുന്നാളാണല്ലോ ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്ന് പറയുന്നത്. പെരുന്നാളുകളാണ്, പരീക്ഷണങ്ങളുടെ പെരുന്നാളുകളാണ്. പരീക്ഷണം എന്ന് പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട, കുടുംബപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട, സാമ്പത്തികവും കേവല മത രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്കപ്പുറം അള്ളാഹുവുമായി ബന്ധപ്പെട്ട, ആദർശവുമായി ബന്ധപ്പെട്ട, ആശയവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട, അതാണല്ലോ ഏറ്റവും വലിയ സംഗതി. മനുഷ്യർ പലതരത്തിലും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത്. പക്ഷെ പരീക്ഷണം എന്തിന്, ആർക്ക്, എവിടെ എന്നുള്ളതൊക്കെ വേറെ നമ്മൾ പറയേണ്ടതാണ്. ഇബ്രാഹിം നബിയെ ഞാൻ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. വേറെ തന്നെ വിശദീകരിക്കേണ്ട ഭാഗം. ഫതമ്മഹുന്ന, എല്ലാ A+, ഫുൾ റാങ്ക്, ഒരു മാർക്ക് പോലും കുറവില്ല. പരീക്ഷണങ്ങളെ ഇത്ര മനോഹരമായി അതിജീവിച്ച ഒരു
പ്രവാചകൻ. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു വർത്താനുണ്ട്, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ലീഡറാകണം, ക്യാപ്റ്റൻ ആവണം, അമീറാവണം, ഇമാമാവണം, മനുഷ്യ സമൂഹത്തിന്റെ ഇമാമാവണം. ജാതിയുടെയും മതത്തിന്റെയും സമുദായത്തിന്റെയും പാർട്ടിയുടെയും സംഘടനകളുടേതുമല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളടക്കങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇമാമായി, ക്യാപ്റ്റനായി, ലീഡറായി, തലവനായി. അതൊക്കെയാണ് ഇമാം എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ മെഹ്റാബിൽ നിൽക്കുന്ന ഒരു ഇമാമ്, നിക്കാഹ് നടത്തുന്ന ഒരു ഇമാമ്, വീട് കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഇമാമ് അന്ന് മോശമല്ല. അതാണ് ഇമാമ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇമാം ലീഡറാണ്, ഇമാം ക്യാപ്റ്റനാണ്, ഇമാം തലവനാണ്, ഇമാം മുന്നിൽ നിൽക്കുന്നവനാണ്. മെഹ്റാബിനെ കുറിച്ച് നമ്മൾ പറയലുണ്ടല്ലോ, മെഹ്റാബ് കുറച്ച് പൊന്തിച്ച് വെച്ചത് പോരിശോണ്ട് പൊന്തിച്ചതല്ല. പക്ഷെ എനിക്കും പറയണ, എനിക്കും കേൾക്കൊന്നും അതിന്റെ ഗൗരവം ചിലപ്പോൾ അറിയലുണ്ടാവില്ല. ഇത് ഉയർന്നു നിൽക്കുമ്പോൾ നിന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ഉയർന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരാകണം നിങ്ങൾ, ഉയർന്ന നിലപാടുകൾ ഉള്ളവരായിരിക്കണം നിങ്ങൾ. ഇമാം ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ അയാൾ ഏതോ ഒരു എന്താ പറയാ ഭയങ്കരമായ ഭാവുകത്വത്തിന്റെയും ബഹുമാനങ്ങളുടെയും ആദരവുകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ സ്വഭാവത്തിൽ ആവാഹിക്കപ്പെട്ട് അഗ്രഹാരത്തിലും അൾത്താരയിലും അരവനയിലും ഒക്കെയായി പൂജിക്കപ്പെടുന്ന ഒരു ഇമാമല്ല. ഇമാം ക്യാപ്റ്റനാണ്, ഏറ്റവും മികച്ച കളി കളിക്കുന്നവൻ, ഏറ്റവും നന്നായിട്ട് തിളങ്ങുന്നവൻ. ക്രിക്കറ്റിലൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. കളിയിലും തിളങ്ങണം, അയാളുടെ പ്രയോഗങ്ങളിലും അയാളെ തിളങ്ങണം. അടുത്ത ബാറ്റ്സ്മാൻ ഓരോന്നിലും, ഇനിയിപ്പോ ഫുട്ബോൾ ആണെങ്കിലും ശരി, ഫുട്ബോൾ ഒരു ടീം വർക്ക് തന്നെയാണ്. മറ്റേ ഇൻഡിവിജ്വലും പ്രസക്തി ഉണ്ട്, ടീമിനും പ്രസക്തി ഉണ്ട്. ക്യാപ്റ്റൻ നന്നായി, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മൂപ്പരിങ്ങനെ അവിടെ ഇരുന്നിട്ട് നീ കളിക്കൂ, അവിടെ കളിക്കൂ, ഇവിടെ കളിക്കൂ അങ്ങനെ പറയേണ്ട ആളല്ല. അവരെ എന്താണ്, എല്ലാവർക്കും ക്യാപ്റ്റൻ നിറവാണ്, തികവാണ്. മറ്റുള്ളവർ വെക്കുന്നതിനേക്കാൾ ഉയർന്ന പങ്ക് ബുദ്ധിപരമായി, കർമ്മപരമായി, നിലപാടുകൾ കൊണ്ട്, സമീപനങ്ങൾ കൊണ്ട് ക്യാപ്റ്റൻ നൽകണം. അതാണ് ഇമാം എന്ന് പറഞ്ഞാൽ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? തിങ്ക് ടാങ്കുകൾ എന്നൊക്കെയാണ് പറയാ. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കൊന്നും ഇമാമുകളില്ല, ഏൽപ്പിച്ചു കൊടുത്തേക്കുണ്ട്. ഇവൻ മാനേജ്മെന്റ് ഗ്രൂപ്പിനെ പോലെ. BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പോളിസി എന്താവണം, കോൺഗ്രസിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പോളിസി എന്താവണം, CPMന്റെ അടുത്ത പോളിസി എന്താവണം, മതസംഘടനകൾ പോലും ആ ട്രെൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ സംഘടന സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് മാനേജ്മെന്റ് ശൈലി, വ്യാപാര സ്ഥാപനത്തെ പോലെ, വ്യവസായ സ്ഥാപനത്തെ പോലെ, കോർപ്പറേറ്റ് കമ്പനികളെ പോലെ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഒക്കെ ആർക്കും കരാറ് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു സാധനം. ഇതല്ലേ ഇമാം? സ്വയം തിളങ്ങുന്ന, സ്വയം തിളക്കുന്ന, സ്വയം തിളപ്പിക്കുന്ന, മറ്റുള്ളവരെക്കാൾ മികച്ച പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ജനങ്ങളുടെ ഇമാമാവണം. ട്രംപിന്റെ മാത്രം ഇമാമാണ്, ക്യാപിറ്റലിസത്തിന്റെ ഇമാമാണ്, ലോകത്തിന്റെ ഇമാമല്ല, അമേരിക്കയുടെ പോലും ഇമാമല്ല അയാൾ. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ പോട്ടെ, അതിലേക്ക് നമ്മൾ പോണ്ട, അങ്ങനെ പോയാൽ വേറെ വിഷയങ്ങൾ പോകും. പാർട്ടികളെയും ജനങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നവർ, സംഘടനകളെയൊക്കെ ഇവരൊക്കെ ഇമാമുകളാണല്ലോ, ക്യാപ്റ്റന്മാരാണല്ലോ, തലവന്മാരാണല്ലോ. സംഘടനകളുടെ സങ്കുചിതത്വത്തിന്റെ അരമനകളിൽ നിന്ന്, അഗ്രഹാരങ്ങളിൽ നിന്ന്, അൾത്താരകളിൽ നിന്ന് വലിയ വർത്തമായി. ഞാനടക്കം ചിലപ്പോൾ പറയുമ്പോൾ അങ്ങനെയോട് പറയാം, നമുക്കൊക്കെ ഒരു ഫ്രെയിം വേണം. ഫ്രെയിമിൽ നിൽക്കുന്നതിന് പ്രശ്നമല്ല, പക്ഷേ ആ ഫ്രെയിം വർഗീയവും സാമുദായികവും ജാതീയവും നിഗൂഢവും അണ്ടർഗ്രൗണ്ട് അധോലോക സ്വഭാവമുള്ളതുമായിട്ട് മാറിയാൽ, വർഗീയ വംശീയ സാമുദായിക ജാതീയ നീതിയെ കുഴിച്ചുമൂടുന്ന, സത്യത്തെ ഒളിച്ചു വെക്കുന്ന, മനുഷ്യാവകാശങ്ങളെ മുഴുവൻ തകർത്തു കളയുന്ന രീതിയിലേക്ക് ഇമാമുകൾ വന്നാൽ, ഇമാമാവണമെന്നാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. നിങ്ങളെന്താകാനാ തീരുമാനിച്ചത്? നമ്മുടെ ഇമാമ അവകാശങ്ങൾക്ക് വേണ്ടി രക്ഷിക്കടേ, സഹായിക്കടേ, തരണേ, കാക്കടേ, പരക്കമറയാണ് കിടന്നിട്ട് നിങ്ങളെങ്ങനെ ഇമാമാവും? നിങ്ങളെങ്ങനെ ക്യാപ്റ്റനാവും? മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഖുർആൻ വെക്കുന്ന ചിത്രമാണത്. നിങ്ങൾ ഇബ്രാഹിം ആവണം. നിങ്ങൾ ഗ്രൗണ്ടിൽ കളി കാണുന്നവരല്ല, കളിപ്പിക്കുന്നവർ പോലും അല്ല. കളി നിയന്ത്രിക്കുന്നവരും കളിക്കുന്നവരും മുൻനിരയിലെ ക്യാപ്റ്റന്മാരുമാണ് നിങ്ങൾ. മനുഷ്യരുടെ ക്യാപ്റ്റൻ ആവണം. എന്തിലും നിങ്ങളുടെ മതകീയമായ ക്യാപ്റ്റനാവുമെന്നൊന്നുമില്ല പറഞ്ഞതിന്റെ അർത്ഥം ഒക്കെ നമ്മളവിടെ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ ഈ പറയണത്. ഈ വീടിന്റെ ക്യാപ്റ്റൻ ഇബ്രാഹിമാണ്. ഈ വീടിന്റെ അള്ളാഹുവാണ് ഉടമസ്ഥൻ. പക്ഷെ വീടിന്റെ കൈകാര്യകർത്തൃത്വം ഇബ്രാഹിമാണ്. ആ വീട് എന്തിനു വേണ്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്?
ഇത് പറഞ്ഞിട്ടാണ് ബാക്കി പറയുന്നത്. അവിടെ ഇബ്രാഹിം നബി തൽക്കാലം ചോദിക്കുന്നുണ്ട്, വകലവും ദുരിയത്തി, ജനങ്ങളെ മുഴുവൻ ഇമാമാക്കിയിരിക്കുന്നു. മുസ്ലിം സമുദായം ജനങ്ങളെ മുഴുവൻ ഇമാമാണ്. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ പിന്നാലെ പോയി, കുതിരന്റെ പിന്നാലെ പോയി, കഴുതന്റെ പിന്നാലെ പോയി, പട്ടിയുടെ പിന്നാലെ പോയി, പന്നിയുടെ പിന്നാലെ പോയി, സിംഹത്തിന്റെ പിന്നാലെ പോയി, ആനയുടെ പിന്നാലെ പോയി, ഓരോ ഗ്രൂപ്പിന്റെ പിന്നാലെ നിങ്ങൾ എല്ലാറ്റിന്റെയും മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ഇതൊരു വർഗീയ സാമുദായികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിന് കുറെ ഉള്ളടക്കങ്ങളുണ്ട്. സത്യസന്ധവും വിശുദ്ധവും മൂല്യപരവും സാൻമാർഗികവും സദാചാരപരവും നീതിയും സത്യവും ഒക്കെ ഉൾച്ചേർത്ത് വെച്ചിട്ട് അപ്പോഴാണ് ക്യാപ്റ്റൻ ആവുക. ഏറ്റവും തിളങ്ങാനും യോഗ്യതയുള്ളവരായി, ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കാൻ സന്നദ്ധതയുള്ളവരായി, എല്ലാ പരീക്ഷണങ്ങളുടെയും മൈതാനങ്ങളിലേക്ക് ധൈര്യപൂർവം കടന്നു വരാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് സംവിധാനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് ഇമാമുകളാവാണ് ലോക നേതാക്കന്മാർ. അറിയോ നിങ്ങൾ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ചിലവിൽ, പൊതുജനത്തിന്റെ ചിലവിൽ, അവരുടെ സമ്പത്തിന്റെ ചിലവിൽ, അവരുടെ മറവിൽ ഒളിവിൽ നിന്ന് നേതാക്കന്മാരായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാറ്റിനും ഒക്കെ അത് ബാധകമാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ സംവിധാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നത്. എന്നിട്ടാണ് വീടിനെ കുറിച്ച് പറഞ്ഞത്. ഈ വീട് മസാബത്ത് ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള കേന്ദ്രം. മസാബത്ത് എന്ന് പറഞ്ഞാൽ കേന്ദ്രം. എൻ്റെ കുട്ടി അച്ഛനാൽ കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 14,000 മക്കൾ അതിഭീകരമായി പട്ടിണിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കേന്ദ്രമാണല്ലോ എന്ന് പറയാൻ. ഏതാണ് കേന്ദ്രം? വൈറ്റ് ഹൗസാ, യുണൈറ്റഡ് നേഷനോ? നിലപാടുകളില്ല. മസ്ജിദുൽ ഹറാം, ഈ പള്ളി, ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന, ആരാധനാലയം എവിടെയും പറഞ്ഞിട്ടില്ല. പള്ളികൾക്കൊന്നും മസ്ജിദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബൈത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാധനാലയം എന്ന് പറയുന്ന ഒരു പ്രയോഗങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മസ്ജിദ്, പിന്നെ ബൈത്ത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം, സാഷ്ടാംഗം ചെയ്യുന്ന സ്ഥലം, പ്രതീക. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം. അത് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കടന്നു പോകണില്ല. അതിനുണ്ടായിട്ടാണ് ആരാധനാലയം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ആളുകൾ നിങ്ങൾ വീടാക്കി മാറ്റണം. മസാബത്തുൽ ലിന്നാസ്, ജനങ്ങളുടെ കേന്ദ്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് കൂടാനുള്ള, അവരുടെ അവകാശങ്ങൾ, അവരുടെ എന്താണോ അവർ, അതിനു വേണ്ടിയൊക്കെയും അവർക്ക് പറയാനുള്ള, ചോദിക്കാനുള്ള, അതിനെ പ്രതിനിധീകരിക്കാനുള്ള, അതിനെ പ്രയോഗിക്കാനുള്ള നല്ല വീട്. ഒരു കുട്ടിക്ക് അവിടെ അവകാശമുണ്ട്. വാർദ്ധക്യം ബാധിക്കുന്ന ഉപ്പാക്ക് അവിടെ അവകാശമുണ്ട്. കെട്ടിക്കൊടുന്ന പെണ്ണിനും കെട്ടിക്കാനുള്ള പെണ്ണിനും ഒക്കെ അവകാശങ്ങളുണ്ട്. എല്ലാവർക്കും തുല്യമായിരിക്കണം ആ വീട്ടിൽ. ആ വീട്ടിലെ ചെറിയ കുട്ടി മുതൽ കാരണ വരെ അടക്കം പരിഗണിക്കുന്നതാണ് വീട്. നിയമത്തിന്റെയും ഒഫീഷ്യാലിറ്റിയുടെയും അതിരുകളില്ലാതെ തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ പ്രയോഗിക്കാൻ, കുറച്ചുകൂടി പറഞ്ഞാൽ ത്യാഗപൂർണമായി, സഹാനുഭൂതിപരമായി, കാരുണ്യപരമായി, സ്നേഹനിർഭരമായി, അജണ്ടകളും ഒളിയജണ്ടകളും ഇല്ലാതെ നിഷ്കളങ്കമായി കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന, അതിനാണ് മസ്ജിദുൽ ഹറാം. അതിനാണ് എല്ലാ പള്ളി എന്നാണ് പറയുന്നത്. മസാബത്തായിരിക്കണം. അംന, നിങ്ങൾക്ക് പേടില്ലാതെ കഴിയാൻ, മനസ്സിന് സമാധാനം ഉണ്ടാവണം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ലോകത്തിപ്പോൾ ഇല്ലാത്ത അത് മാത്രമാണ്. പെരുകുന്ന ആത്മഹത്യകളും മയക്കുമരുന്നും മുതൽ, കൊലപാതകങ്ങൾ മുതൽ, യുദ്ധവറികളും ഭീകരപ്രവർത്തനങ്ങളും മുതൽ, ചൂഷണങ്ങളും അടിച്ചമർത്തലുകളും അരക്ഷിതാവസ്ഥകളും ഒക്കെ മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കോ. ഇത് പൊതുവായിട്ട് പറയുന്നുമല്ല, ഇതിനനുസരിച്ച് അപ്പുറത്തൊക്കെ പോകുന്നുണ്ട്, നന്മകളൊക്കെ ഉണ്ട് പുറത്ത്. പക്ഷെ എല്ലാ നന്മകളെയും കുഴിച്ചു മൂടുന്നത് പോലെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, അനീതികൾ, അനാശാസ്യതകൾ, അധാർമിക പ്രവണതകൾ, അന്യായങ്ങൾ എത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. ഏറ്റവും അവസാനം 7,000 ആളുകളെയാണ് ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ ബുൾഡോസർ വെച്ച് തകർത്ത് കളഞ്ഞിരിക്കണം. ആളുകളെ കൊല്ലില്ല, അവരുടെ സ്വത്തും സാധനമൊക്കെ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞിട്ട്. സംഘപരിവാരം പറയുമ്പോൾ എന്താ പറയുന്നത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് സംഘപരിവാരം പ്രസംഗിക്കുക. ഇന്ന് ഈ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് അവന്റെ ചെവിടിൽ ഉരുക്കൊഴിച്ച് വിഡ്ഢിയാക്കി അവരെ മാറ്റാൻ സംഘപരിവാറിന്റെ സവർണ സംവിധാനങ്ങൾ പറയുന്നവർ ലോകം കുടുംബമാണ്, ലോകത്തെല്ലാവർക്കും സമാധാനം വേണമെന്നൊക്കെ പറയുന്നു. നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതും ഒക്കെ അങ്ങനെ നമ്മളോട് സംസാരിക്കുക. അറിയോ നിങ്ങൾ? ബർമ്മയിൽ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരെ കൊണ്ടുപോയിട്ട് കടലിൽ കയറ്റിവിട്ടു എന്നാണ് പറയുന്നത് ഇന്ത്യ. ഇപ്പം ബർമ്മയുടെ കടലിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട്, ബംഗാൾ ഉൾക്കടലും കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് തുറന്നു വിട്ടിരിക്കുന്നു. നീന്തി കയറണം പോലും.
കുട്ടികളെയും കുടുംബത്തിനും ഒക്കെ പിടിച്ചിട്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. 7000-ഓളം ആളുകൾ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാ സംസാരിക്കുന്ന ഉണ്ടാകാം. ഞാൻ പറഞ്ഞു, ഇനി ബംഗ്ലാദേശിയാണെന്ന് വെക്കുക. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണം അവരോട്? ഭരണകൂടത്തിന്റെ നിലപാട് എന്തായിരിക്കണം അവരോട്? നമ്മളെ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ എന്തായിരിക്കണം അവരോട്? ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ മാവോയിസ്റ്റ് കൂട്ടക്കല പോലും ഇന്നലെ നടത്തിയിട്ടുണ്ടാവുക. ഇത്രയും സമർത്ഥമായി കരുക്കൾ നീക്കുന്നവരാണ് ഇവർ. ഒന്നിനെ ഒന്നുകൊണ്ട് മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും അജണ്ടകളെ തിരുത്തുകയും കരുതിയൊക്കെ ചെയ്യുക. ഇതൊക്കെ നടക്കണം ഇവിടെ. ആരാണ് കിടന്നുറങ്ങുക മനസ്സമാധാനത്തിൽ? ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സുരുകിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. നാളെ ഗസയാമല്ല, പണിയൊന്നുമില്ല. സംഘപരിവാറിന്റെ ഇസ്രയേൽ എന്താണോ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഫോർമുലയിലാണ് ഇന്ത്യയിൽ സംഘപരിവാർ അതിന്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 9 ഷർത്തും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 10ാമത്തെ കൂട്ടക്കൊലയുടെ ഷർത്ത് മാത്രമാണ് ഇനി നടത്താൻ ബാക്കിയുള്ളത്. അധികാരഘടനയുടെ സംവിധാനങ്ങളുടെ വിന്യാസം മുതൽ പൊതു സാമൂഹിക ബോധത്തിൽ നിങ്ങൾ വൈറസാണെന്നും ബാക്ടീരിയയാണെന്നും കോവിഡ് ആണെന്നും ക്യാൻസർ ആണെന്നും നിങ്ങൾ എയ്ഡ്സ് ആണെന്നും ഓരോ മുസ്ലിമും തല്ലിച്ചതക്കപ്പെടേണ്ടവനും കൊല ചെയ്യപ്പെടേണ്ടവനും അവന്റെ വീടും സ്വത്തും ഒക്കെ നശിപ്പിക്കപ്പെടേണ്ടവനുമാണ് എന്ന് സംഘപരിവാർ അതിന്റെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ മുതൽ നിസ്സഹായിട്ട് പ്രശ്നമില്ലല്ലോ നമുക്കൊന്നും. നമ്മളിതൊക്കെ പറയുമ്പോഴും ഒരു അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്ത് തല്ലിക്കൊന്നു. കേരളത്തിൽ വല്ല പ്രശ്നം ഉണ്ടായോ? RSSകാരൻ തല്ലിക്കൊന്നു. 280ഓളം 230 പള്ളികൾ, 30ഓളം മദ്രസകൾ, 25ഓളം ദർഗകൾ UP യിൽ മിസ്റ്റർ അയാളുടെ പേര് അയാള് ബുൾഡോസർ വെച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു വിധിയുണ്ടായിരിക്കെ തന്നെ. ഇതാണ് ഇസ്രായേൽ. ഇങ്ങനെയാണ് ഇസ്രായേൽ ഫലസ്തീൻ നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും കൂടി നേരമില്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും കൊണ്ട് ഇപ്പൊ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ സഹായിക്കണം, അവരെ ഞങ്ങളെയും സഹായിക്കണം. അതിന് വിട്ട അക്രമകാരികളിൽ നിന്ന് ഈ കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന, ഒരു നാടിനെയും അതിന്റെ സംവിധാനങ്ങളെയും തകർക്കുന്ന, ഇതേ ഫോർമുലയിൽ കരുക്കൾ നീക്കുന്ന സംഘപരിവാരമുള്ള നാട്ടിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോണില്ല. എവിടെയാണ് അക്രമമുള്ളത്, അനീതിയുള്ളത്, അതിനൊക്കെ എതിരെ പറയാനുള്ള അമ്നും ഹൗഫും മസാബത്തും ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച്, അതിനാണ് മസ്ജിദുൽ ഹറാം, അതാണ് ഹറമിന്റെ സന്ദേശം. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒരിക്കൽ കൂടി ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും അതിൻ്റെ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളൽ പിൻപറ്റുക ചെയ്യുന്നതിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. 2 പ്രധാനപ്പെട്ട സംഗതികൾ മരണവാർത്തകളാണ്. നമ്മുടെ അൻസാർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മെഹബൂബ് എന്ന് പറഞ്ഞിട്ടൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ 13 വയസ്സുള്ള കുട്ടി സൈക്കിൾ ഓടിക്കുമ്പം ബാക്കിൽ നിന്ന് വണ്ടി വന്ന് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 13 വയസ്സുള്ള കുട്ടികൾ പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു മന്തിപ്പാല ഒരു കച്ചവട വീടുണ്ട്, ഭക്ഷണ മെസ്സ്. അതിൻ്റെ ഉടമ കഴിഞ്ഞ രാത്രിയിൽ അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുടുംബങ്ങൾക്കും രക്തബന്ധുക്കൾക്കൊക്കെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുട്ടിയെ അല്ലാഹു ഒരു നിക്ഷേപമാണ്. നാളെ സ്വർഗത്തിലേക്ക് അവരെ കൈ പിടിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു ആ കുട്ടിയെ സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുവെ, അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും സന്നദ്ധതകൾ കൊണ്ടും ഒക്കെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാൻ. ശരിയായ ഇസ്ലാം, മൂല്യമുള്ള ഇസ്ലാം, കരുത്തുള്ള ഇസ്ലാം, അതിനെ പ്രതിനിധീകരിക്കാനുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. വളരെ വലിയ സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലത്താണുള്ളത്. ഉയർന്നു നിന്ന് ഏറ്റവും നല്ലവരായി ഉയർന്നു നിന്ന് ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കരുത്തുള്ള വ്യക്തികളും സംഘങ്ങളുമായിട്ട് മാറാൻ മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങ് ഗസ മുതൽ ഞങ്ങളുടെ നാട്ടിലടക്കം അരക്ഷിതാവസ്ഥകളും അസ്വസ്ഥതകളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ ആണുള്ളത്. കരുണാവാരിധി അല്ലാഹുവേ, കാർമേഘങ്ങളെ നീക്കി സമാധാനമുള്ള അന്തരീക്ഷങ്ങൾ നൽകി
സാഹോദര്യവും സഹവർത്തിത്വവും സത്യവും നീതിയും ഒക്കെ പുലരുന്ന നല്ല ലോകത്ത് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ഇടകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങ് ഗസയിൽ പട്ടിണി കൊണ്ട് കുടയുന്ന നമ്മുടെയൊക്കെ ഒരു കാലത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ നിരാശയും നിസ്സഹായതയിലേക്കും, അവരെക്കുറിച്ചല്ല, വ്യവസ്ഥയെക്കുറിച്ച്, ഘടനയെക്കുറിച്ച്, ലോകഘടനയെക്കുറിച്ച്, ഇത് നിയന്ത്രിക്കുന്നവരെക്കുറിച്ച് ഇടപെടാൻ ആളില്ലാതെ അനാഥത്വവും അരക്ഷിതാവസ്ഥവുമുള്ള ഒരു ലോകഘടനയിൽ കരുണാവാരിധി അല്ലാഹുവേ, മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നിസ്സഹായരാണ്. എല്ലാ ആവരാധികളും പരാതികളും നിന്റെ മുമ്പിൽ കൊണ്ടു. ഞങ്ങളല്ല കുറ്റക്കാർ, നിയന്ത്രിക്കുന്നവരും നിർണയിക്കുന്നവരും ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെയാണ്. അല്ലാഹുവേ, ആ ജനതയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്ത് നൽകണേ തമ്പുരാനെ. യഹൂദിസത്തിലെ സിയോണിസം ക്ഷപിക്കപ്പെട്ട പൈശാചികമായ മനുഷ്യനും അള്ളാഹുവിനും എതിരായിട്ടുള്ള ആ സിയോണിസത്തെ നീ തകർക്കണേ തമ്പുരാനെ. അവരോടൊപ്പം നിൽക്കുന്നവരെയും നീ തകർക്കണേ തമ്പുരാനെ. അള്ളാഹു എത്ര വലിയ പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കുന്ന ഗസയിലെ, ഫലസ്തീനിലെ ആ സംഘത്തെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ധൈര്യം നൽകി അവരുടെ വിശപ്പുകൾക്കും മുറിവുകൾക്കും പരിക്കുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ പരിഹാരങ്ങൾ നൽകി. അല്ലാഹുവേ, നിന്റെ വിശുദ്ധരായ മലക്കുകളെ കൊണ്ട് സഹായം നൽകി ആ പ്രദേശത്തെയും ആ സമൂഹത്തെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സത്യസന്ധതയും നീതിയും ഒക്കെ പുലരുന്ന സാഹോദര്യമുള്ള നല്ല അന്തരീക്ഷങ്ങൾ വളരുന്ന നാടായി കേരളത്തിനെയും തൃശ്ശൂരിനെയും ഇന്ത്യയെയും ഒക്കെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഹജ്ജിന്റെ എല്ലാ സന്ദേശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള അറിവും കഴിവും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും സഹപ്രവർത്തകരും നേതാക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ സ്വീകരിക്കണേ റഹ്മാനെ. നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾ തുണക്കുമാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, പുറപ്പെടാനിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാൻ ഇബ്രാഹിമായി, ഇസ്മായിലായി, ഹാജറയായി, ഇബ്രാഹിമി മില്ലത്തിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങൾ ഏറ്റെടുക്കുന്നവരായി അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വരാൻ അവർക്കൊക്കെ നീ അവസരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹജ്ജിന്റെ യാത്രയിലും ഹജ്ജിന്റെ കർമ്മങ്ങളിലുമൊക്കെ എളുപ്പങ്ങളും തുറവികളും നൽകി ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നുമൊക്കെ പോയവരെയും ഇരിക്കുന്ന ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടിന് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളോടും ഇടകളോടും നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا لا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر إخوان المسلمون في فلسطين. اللهم انصر إخوان المسلمون في غزة. اللهم انصرهم يا رب العالمين. اللهم ارحمهم يا رب العالمين. اللهم اعزهم يا رب العالمين. اللهم خذل من خذل دين محمد صلى الله عليه وسلم. اللهم خذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم. اللهم انصرنا يا رب العالمين وانصرهم يا ارحم الراحمين. اللهم ربنا اجرنا من النار. اللهم ربنا اجرنا من النار. اللهم ربنا اجرنا من النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله صلى الله على محمد صلى الله عليه وسلم.